സർക്കാരിന്റെ കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞു. ഇപ്പോ പെൻഷൻ അടക്കം കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. നെല്ല് അല്ലെങ്കിൽ കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാൻ കഴിയും. പക്ഷെ അപ്പോഴത് കേന്ദ്രത്തിന്റെ ഒരു മിസ്മാനേജ്മെന്റ് ആയിട്ടും കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നുമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഒരുപക്ഷെ എന്തെങ്കിലും നമുക്ക് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള വിഹിതം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ട കുറച്ച് ജാഗ്രതയുടെ പ്രശ്നം കൂടിയുണ്ട്. ബേസിക്കലി എന്താണ് ഇപ്പൊ കേന്ദ്ര സഹായം എന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മീഷന്റെ അവാർഡ് പ്രകാരമാണ് കേന്ദ്ര സഹായം നമുക്ക് ലഭിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഇപ്പൊ FRBM ആക്ട് എന്താണ് ധന ഉത്തരവാദിത്വ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു സ്റ്റേറ്റിന്റെ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 3% മാത്രമേ നമുക്ക് ഒരു വർഷം കടമെടുക്കാൻ കഴിയൂ. നമ്മുടെ ടോട്ടൽ സഞ്ചിത കടം എന്ന് പറയുന്നത് 29% താഴെ നിൽക്കുന്നുള്ളതാണ്. ഇവിടെ 3%-ലധികം കൂടുതൽ കടമെടുക്കും. പിന്നെ എടുക്കുന്ന കടത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ്. കിഫ്ബി കടമെടുപ്പിന്റെ പരിധിയിൽ വരുമോ, ഈ പെൻഷൻ ഫണ്ട് ഓർഗനൈസേഷൻ വഴിയുള്ള കടമെടുപ്പ് കടത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ് പ്രശ്നം. അതിനകത്ത് കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് RBI ഒക്കെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി തന്നെ ജനറേറ്റ് ചെയ്ത് കടമെടുത്ത് പണം ജനറേറ്റ് ചെയ്ത് അത് തിരിച്ചടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാനത്തിന് ബാധ്യതയിൽ വരില്ല. ഇവിടെ കിഫ്ബിയെ ഫണ്ട് ചെയ്യുന്ന ആരാണ്? സംസ്ഥാന ഗവൺമെന്റ്. ഗ്യാരണ്ടി കൊടുക്കുന്ന സ്റ്റേറ്റ്. അതാണ് ബഡ്ജറ്റിനുള്ളിൽ വരുന്നത്. അതെ. അപ്പൊ അതൊരു സോവറിൻ ഡെറ്റ് എന്ന് പറയുന്ന പോലെ സംസ്ഥാനത്തിന്റെ ഡെറ്റായിട്ട് തന്നെ കണക്ക് കൂട്ടും. പിന്നെ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അതിപ്പോ കോടതിയിലിരിക്കുകയാണ്, കോടതി പറയട്ടെ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ നിയമം എന്ന് പറയുന്നത്, ഈ ധന ഉത്തരവാദിത്വ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും സംസ്ഥാനത്തിന് പാലിക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. തീർച്ചയായിട്ടും സാമ്പത്തിക മിസ്മാനേജ്മെന്റ് രീതിയിലാണെന്ന് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ വ്യക്തികളാണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും രാജ്യമാണെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ചെലവ് ചുരുക്കുകയും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം നമ്മളുടെ ചെലവ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് നമ്മൾ പണം കണ്ടെത്തിയേ പറ്റൂ. അതിനപ്പുറമുള്ള ദൂർത്ത് എന്ന ലെവലിലേക്ക് പോകുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ബാധ്യത സംസ്ഥാനത്തുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ ദൂർത്തിനാണ് മുൻഗണന. ബാക്കി അത്യാവശ്യ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. അതല്ലെങ്കിൽ നമ്മളിപ്പോ ഈ നവകേരള യാത്ര ഉൾപ്പെടെ എന്തെല്ലാം ഞങ്ങളുടെ സർവേയിലും വന്നിരുന്നു കാര്യം. നവകേരള അതിനൊക്കെ പണമുണ്ട്. ഇപ്പൊ നെല്ല് സംഭരിച്ചാൽ കർഷകർക്ക് സംഭരണ വില കൊടുക്കാൻ പണമില്ല, റബ്ബർ കർഷകർക്ക് ഒരു ന്യായവില കൊടുക്കാൻ പണമില്ല എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കില്ല. അതിനകത്ത് ചെപ്പിടി വിദ്യ കാണിച്ചുകൊണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഈ അടുത്ത ദിവസം റബ്ബർ ബോർഡ് ചെയർമാനൊരു പ്രസ്താവന വന്നു. ഇനി റബ്ബറിന്റെ ആവർത്തന കൃഷിക്ക് ഹെക്ടറിന് 40,000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൽ 25,000 രൂപയായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകത്തിലും 40,000 രൂപയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 1,50,000 രൂപയാണ്. അത് സംബന്ധിച്ച് റബ്ബർ ബോർഡിന് തന്നെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. 1 ഹെക്ടർ റബ്ബർ കൃഷി ചെയ്ത് അത് വെട്ടുന്ന ടാപ്പ് ചെയ്യുന്ന 7 വർഷം ആ സ്റ്റേജിലാക്കാൻ 3,50,000 രൂപ ചെലവാകുന്നുള്ള കണക്കുണ്ട്. ആ സ്ഥാനത്താണ് വെറും 25,000 രൂപ കൊടുത്തിരുന്നത്. വൻകിട ഉൽപാദന രാഷ്ട്രങ്ങൾ എങ്ങനെയാണ്? തായ്ലൻഡ്, മലേഷ്യ, അവർ 100% കൊടുക്കുകയാണ്. ആവർത്തന കൃഷി 100% അവർ കൊടുക്കുകയാണ്. ഈ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി കണക്ക് കൂട്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിതൊക്കെ അവതരിപ്പിച്ചിരുന്ന ആളാണല്ലോ, പുതിയതായിട്ട് അവതരിപ്പിക്കുകയല്ല. ഞാനിത് പണ്ട് മുതലേ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട കാർഷികമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റും ആ കാര്യത്തിൽ തെറ്റുകാരാണ്, സംസ്ഥാന ഗവൺമെന്റ്. ഇപ്പം സ്വാമിനാഥൻ കമ്മീഷൻ 2006 സ്വാമിനാഥൻ കമ്മീഷൻ, ആ കമ്മീഷന്റെ കൃത്യമായൊരു നിർദ്ദേശമുണ്ട്. കർഷകൻ ഇപ്പം എന്തിനാണ് ഇപ്പോഴത്തെ ഈ രണ്ടാം കർഷക സമരത്തിലെ ഒരു പ്രധാന ഡിമാൻഡ് എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ്, അതിന് നിയമം പാസ്സാക്കി. എന്താണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ്? C2 + 50% എന്നുള്ള ഫോർമുല അറിയാമല്ലോ. ആ C2 + 50% ഫോർമുല നടപ്പാക്കി മിനിമം സപ്പോർട്ട് പ്രൈസ് കർഷകർക്ക് കൊടുത്താൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റമുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ തീരുകയാണ്. C2 + 50% എന്നുള്ള ഫോർമുല നല്ല ഒന്നാന്തരം ഫോർമുലയാണ്. സ്വാമിനാഥൻ പറഞ്ഞു. ഡോക്ടർ അഭിജിത് സെൻ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു, അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു ഡോക്ടർ അഭിജിത് സെന്നും പറഞ്ഞിരുന്നു ഈ C2 + 50% ഫോർമുല. എന്താണത്? കർഷകന് വരുന്ന എല്ലാ ചെലവുകളും, ഓൾ പെയ്ഡ് ഔട്ട് കോസ്റ്റ് ഓഫ് ദ ഫാമർ പ്ലസ് ഇംപ്യൂട്ടഡ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇംപ്യൂട്ടഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ കാർഷിക മേഖലയിൽ മുതൽ മുടക്കണം. ആ മുതൽ നമ്മൾ മറ്റു മേഖലകളിൽ മുടക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് തമ്മിലുള്ള വ്യത്യാസം. റെന്റ് ഓൺ ലാൻഡ്, സ്ഥലത്തിനൊരു വാടകയുണ്ടല്ലോ കൃഷി ചെയ്യുന്നത്. പിന്നെ ഫാമിലി ലേബറിന്റെ കൂലി. ഇപ്പൊ ഒരു ചെറുകിട റബ്ബർ കർഷകൻ, ഞാൻ ഉദാഹരണം പറയും, 1/2 ഏക്കർ ചുരുക്കി പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല, ഒരിക്കലും വരില്ല. മിനിമം മൊത്തം ചെലവിന്റെ 50% MSP ആയിട്ട് ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണക്കാക്കി
അതിന്റെ 50% കൂടെ കൂട്ടി മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും. അതെന്തായാലും താങ്കൾ പാർലമെന്റിൽ ഇത് കർഷകർക്ക് വേണ്ടി ശക്തമായിട്ട് അവതരിപ്പിക്കും എന്നുള്ളതാണ് കോട്ടയത്തിന് കൊടുക്കുന്ന ഒരു പ്രോമിസ്. തീർച്ചയായിട്ടും. അപ്പോ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചാൽ ഫ്രീ ആക്കാം. അങ്ങേക്ക് തിരക്കുണ്ടെന്ന് എനിക്കറിയാം, നല്ല ചൂടായി വരുന്ന സമയമാണ്. ഈ ഇവരെ നമ്മൾ വിളിക്കുന്നത് ജാക്കി എന്നാണ് കേട്ടോ. ജാക്കി. ഈ കറുത്ത കുതിര എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ, അല്ലേ? അപ്പൊ താങ്കളാണോ അതല്ല ചാഴികാടനാണോ കറുത്ത കുതിര ഈ തെരഞ്ഞെടുപ്പിൽ? അതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങള് വോട്ട് ചെയ്യട്ടെ. അവരെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ദേശീയ തലത്തിലും സംസ്ഥാനത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ എടുക്കുന്ന സമീപനം മനസ്സിലാക്കി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ തീരുമാനം. ഒരു സൗഹൃദ മത്സരത്തിന്റെ ഫീലും കൂടിയുണ്ട്. ആര് ജയിച്ചാലും കേരള കോൺഗ്രസ് ആയിരിക്കും പാർലമെന്റ്. അല്ല, അതുകൊണ്ട് നല്ലൊരു സൗഹൃദമാണ്. ഞാൻ മത്സരിച്ചിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും സൗഹാർദ്ദപരമായിട്ട് മത്സരിച്ചിട്ടേ ഉള്ളൂ. ഒരു അക്രമ പ്രവർത്തനങ്ങളോ പ്രശ്നങ്ങളോ 7 മണ്ഡലത്തിൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. 7 മണ്ഡലത്തിൽ 2 മണ്ഡലം ഒഴികെ 5 മണ്ഡലവും UDF-നോടൊപ്പമാണ്, അല്ലെ? ഏത് മണ്ഡലമായിരിക്കും ഏറ്റവും കൂടുതൽ പിന്തുണ തരുന്നത്? ഏറ്റുമാനൂർ, അടുത്തുരുത്തിയിൽ അല്ലല്ല, ഏറ്റുമാനൂർ, വൈക്കം മണ്ഡലങ്ങളിലാണ് വാസവൻ. ഞാൻ നല്ലൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് വൈക്കത്ത് നിന്നാണ്. വൈക്കത്ത് നിന്നും ഏറ്റുമാനൂരിൽ LDF മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും നോക്കിക്കോ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റുമാനൂരിലും വൈക്കത്തും UDF ലീഡ് ചെയ്തിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താങ്ക് യു സി ഫ്രാൻസിസ് ജോർജ്. എത്തിയതിൽ കുതിരപ്പുറത്തൊന്ന് കയറുന്നു. കേരളം അത്ര എളുപ്പമല്ല. അല്ല, അത്രേ ഉള്ളൂ. ഡ്രസ്സിന്റെ പ്രശ്നമേ ഉള്ളൂ. കോൺഫിഡൻസ് കുറവൊന്നുമില്ലല്ലോ. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. എപ്പോഴും കയറിയിട്ടുണ്ട്. അല്ല, ഊട്ടി പോയപ്പോഴല്ല. അല്ല, കുതിരപ്പുറത്ത് കയറി സവാരി ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ജസ്റ്റ് കയറിയിട്ടുണ്ട്. അത്ര നല്ലൊരു ഞങ്ങളുടെ ആദ്യത്തെ ചിഹ്നമല്ലേ അതെ. കുതിര അല്ലെ, രാഷ്ട്രീയ പടക്കുതിരയാണ്. അശ്വമേധത്തിന് പ്രയോഗം തന്നെ ഉണ്ടല്ലോ. എന്റെ പിതാവ് തെരഞ്ഞെടുത്ത ചിഹ്നമാണത്. കാരണം പിതാവിന്റെ പേര് ജോർജ് എന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ ചിഹ്നത്തെ കുറിച്ച് ആലോചിച്ചപ്പോ സെന്റ് ജോർജിന്റെ അശ്വാരൂഢനായിട്ടുള്ള സെയിന്റ് ജോർജ്, അങ്ങനെയാണ് ഈ കുതിര ചിഹ്നം വന്നതെന്നാണ് എന്റെ പിതാവ് പറഞ്ഞു കേട്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിഹ്നങ്ങളൊക്കെ മാറി. അപ്പോൾ താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. UDF-ന്റെ പടക്കുതിര അതിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് ലക്ഷ്യസ്ഥാനത്തെത്തും. വി വിൽ കം ഔട്ട് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. ഓക്കെ, നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ കണ്ടുമുട്ടാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.